കാരണം ബികോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പുസ്തകമായിരുന്നു ബികോം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും, എന്നിട്ടും പേജ് ബാലൻസ് കളഞ്ഞായിരുന്നു. കാരണം അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ ഈ നസീറിക്കയുടെ ട്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വ ക്ലാസ്സിൽ വരാൻ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാറിന്, ഇവിടുത്തെ 3-4 സാറുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഞാൻ സാറിനെ വലിയ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു സാറുണ്ട് എപ്പോഴും കോളർ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണോ. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പട്ടി വരെയാണെന്ന് വെച്ചോ. ആ പട്ടി വരുമ്പോൾ നമ്മളിപ്പോൾ ആ പട്ടിയോട് പറയുകയാണ് ഐ ആം കമ്മിങ് ഫ്രം ആൻ ആരിസ്റ്റോക്രാറ്റ് ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ആ പട്ടിക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ടോണിൽ തന്നെ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ഞാനിങ്ങനെ അയാൾ അദ്ദേഹത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ സാറ് നിൽക്കുന്നു. താനെങ്ങനെ വന്ന് അത് കൊള്ളാമല്ലോ, താൻ എന്നെ മാത്രമേ അനുകരിക്കുള്ളൂ, മറ്റേ ആൻ്റണി സാറിനെ ഒന്ന് കാണിക്കാൻ. അങ്ങനെ ഞാൻ ആൻ്റണി സാറിനെ കാണിച്ചു. പുള്ളിയുടെ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനു പോയി വാടാ ഇങ്ങോട്ട്, എൻ്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് ഉഴപ്പരുതെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന ഒരു സാറുണ്ട്. അങ്ങനെ 3-4 സാറിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് പ്രേമം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നേരെ ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് എന്തൊരു പ്രേമം. പക്ഷേ ഇവിടെയാണ് മിമിക്രിയിൽ സജീവമായത് ശരിക്കും പറഞ്ഞത്. കാരണം പ്രീ ഡിഗ്രിയും ബികോമൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും AKPSU എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് ഓൾ കേരള പ്രൈവറ്റ് സ്റ്റുഡൻസ് യൂണിയൻ, ഞാനും എൻ്റെ ഫ്രണ്ട് ജിസ്മോൻ, നമുക്ക് വഴിയെ പരിചയപ്പെടാം, ഡബിങ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഞാനും അവനും കൂടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മിമിക്രിയിൽ സജീവമായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് പ്രൈസുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു കോളേജാണ് എന്നെ സംബന്ധിച്ച്. വർഷങ്ങളായിട്ട് നമ്മളിത് ഇവിടെ ഈ ഇവൻ്റെ നടയിലിരുന്നാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അത് ചിലപ്പോൾ എന്തിനെക്കുറിച്ചൊന്നുമില്ലല്ലോ, എന്തിനെക്കുറിച്ചും ആവാം. പിന്നെ ഞങ്ങൾ 2 പേരായിരുന്നു ആദ്യം, പിന്നെ 2 പേര് എന്നുള്ളത് 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 8, 10 ആയപ്പോൾ ഞങ്ങൾ പതുക്കെ പിരിഞ്ഞു. കാരണം പിന്നെ അതിൻ്റെ എന്താ പറയുക, ആളുകൾ കൂടിയിട്ട് വാടാ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സുഹൃത്ത് സുജീഷ് വാടാ എവിടെ ഇരിക്കണം. പുള്ളി ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഷോപ്പ് ഇമാജിൻ, ഞാൻ പറയായിരുന്നു നീ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളൊരു ഇമാജിൻ പോലും ഒരിതുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ കടയ്ക്ക് പേരിട്ടെന്ന്. അല്ല നമ്മുടെ പഴയ വായ്നോട്ട കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ എന്തെന്ന് അല്ല അവക്കറിയാമല്ലോ, ഞാൻ പ്രേമിച്ചിരുന്ന പെണ്ണുങ്ങളുടെ ലിസ്റ്റൊക്കെ. പുള്ളി എൻ്റെ അച്ഛന് ഒരു രക്ഷയില്ല, ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഡെയിലി, മോനെ നമുക്ക് അവനൊന്ന് കെട്ടിക്കണ്ടേന്ന് ചോദിച്ച്. എനിക്കിത് കേൾക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അല്ലടാ നമ്മളിവിടെ വന്നിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവന് വലിയ വണ്ടിപ്രാന്തരായിരുന്നു. അപ്പോൾ ഒരു ദിവസം വണ്ടിപ്രാന്ത് കയറിയിട്ട് അവിടുത്തെ കൊച്ചിൻ്റെ കയ്യൊക്കെ പിടിച്ച് ആക്സിലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് തിരിച്ച് കയ്യൊക്കെ ഓടിച്ചവനാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ എന്തായിത്തീരണം. നീ വിചാരിച്ചാണോ ഞാൻ സിനിമ നടനാവുന്നു? അല്ല, അതല്ല, ആഗ്രഹങ്ങളായിരുന്നല്ലോ, ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നീ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ഇവൻ മൂലം പിന്നെ ഒത്തിരി പേർക്ക് ഈ തൃപ്പൂണിത്തുള്ള ഇൻസ്പിറേഷനാണ്. കാരണം ഇങ്ങനെ ആവാം, ട്രൈ ചെയ്താൽ എന്തെങ്കിലും ആവാം. ഇവൻ മൂലം എനിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണം എന്തെങ്കിലും ആയിത്തീരാമെന്ന്. കാരണം ഇവന് ഞാനൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ബ്ലാങ്കായി കിടക്കും. എന്തോന്ന് ചെയ്യണം. ഇവനാണെങ്കിൽ ഇങ്ങനെ സിനിമയിലേക്ക്, പക്ഷെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ അവൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ മലയാള സിനിമയിൽ അത്ര ആളുകളിൽ അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ നമുക്ക് ഒരു വണ്ടി പോലും സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ലായിരുന്നു. പണ്ട് ഈ ഞാനിവരും കൂടി പിരിവിട്ടിട്ടും 10-30 രൂപ ഒപ്പിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഓർക്കണ്ട മോനെ സണ്ണി സ്കൂട്ടറൊക്കെ ഓടിച്ചിരുന്നത്. അപ്പോൾ 1 ലിറ്റർ പെട്രോളും കൊണ്ട് അവൻ 1 കിലോമീറ്റർ തരും. ഇനി ഞങ്ങളുടെ പെട്രോൾ തീരാറായി എന്ന് പറഞ്ഞ് അവൻ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇവിടെ നിന്ന് നെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവണ്ടയിൽ ഇപ്പോൾ എത്ര വർഷമായിട്ടാണ് ഈ അമ്പലത്തിൽ നിന്ന് മുടങ്ങാതെ എനിക്കോണം തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരുത്തൻ മുടങ്ങാതെ ഇതുപോലെ വന്നിട്ടിരിക്കുന്നത്. വേറെ ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടൊന്നും അല്ലല്ലോ. ആ പെണ്ണെന്ന് മുടങ്ങുന്നു അന്ന് നീ മുടങ്ങും, അങ്ങനെ വല്ലതും ആണോ? വർഷങ്ങളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യാഴാഴ്ച ദിവസം നമ്മളും മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കാറുണ്ട്. കാരണം വിളിപ്പുറത്താണെന്ന് പറയാം. പണ്ട് ഞങ്ങൾ ഒരുപാട് വേദിയിൽ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും കൂടിയായിരുന്നു മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി പോയിരുന്നത്. ഇപ്പോൾ നമ്മുടെ തമിഴത്താണെങ്കിലും സിനിമ ഒരു പഴയ പടല സ്കൂട്ടർ ഉണ്ടായിരുന്നു, ബജാജ്. അത് നിന്റെ എൻ്റെ സ്കൂട്ടർ ഇവന് കയറ്റിക്ക് കൊണ്ടായിരുന്നു. അതെ, ഈ പടല സ്കൂട്ടറിലാണ് നമ്മുടെ യാത്രകൾ മുഴുവനുള്ള യാത്ര. കൊടുങ്ങല്ലൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോഗ്രാം എറണാകുളത്തായിരുന്നു. വെച്ച് കയറും സ്കൂട്ടറിൽ.
പക്ഷെ ഭയങ്കര രസമായിരുന്നു. അന്ന് കിട്ടുന്ന ഒരു 600 രൂപയുടെ ഒക്കെ സുഖമല്ലേ? അയ്യോ തീർച്ചയായിട്ടും അതൊക്കെ അത് അപ്പം തന്നെ റെസ്പോൺസ് ഉണ്ടല്ലോ. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൂവലാണെങ്കിൽ കൂവൽ, കയ്യടിയാണെങ്കിൽ കയ്യടി, അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വലിയ സ്വപ്നമായിരുന്നു പ്രോഗ്രാമിന്. എല്ലാ സ്റ്റേജിലും 2 man ഷോ ആണ് കളിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഗൾഫിൽ പോകണം. അതിനുവേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ച പ്രോഗ്രാം മലയാളത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച മലയാളത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ചാൽ നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റില്ല, നമുക്ക് സായിപ്പന്മാരുടെ പോകണമെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കണം. ഈ പ്രോഗ്രാം നേരെ ഇംഗ്ലീഷിലാക്കി, ഒട്ട ഇംഗ്ലീഷിൽ. എന്നിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയി, ഒരു തവണ ഗൾഫിൽ പോയി, ബഹ്റിനിൽ പോയി പ്രോഗ്രാം. അതിനുള്ള ഭാഗ്യം ഉണ്ടായി. അതെ, അത് പുള്ളി ഡബിങ് ആർട്ടിസ്റ്റായിട്ടും ഞാൻ സിനിമാ താരമായിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങളുടെ ഐറ്റം ഭയങ്കര ഒരു രസമായിരുന്നു. ഞങ്ങൾ 2 man ഷോ ഭയങ്കര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ചെറിയൊരു പ്രോഗ്രാം ഇപ്പോൾ ദുബായിൽ വരുന്നുണ്ട്, ഞങ്ങൾ പോകാനുള്ള ചെറിയൊരു പരിപാടിയിലാണ്. അപ്പോൾ മിമിക്രി ഇപ്പോഴും വിട്ടിട്ടില്ല. ഓരോ നടന്മാരെ ശബ്ദമൊക്കെ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുറകെ നടക്കും, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം പറയും, ഇത് ഈ സ്റ്റാർ ചെയ്യണമെങ്കിൽ വയർ അമക്കി പിടിക്കണം. അങ്ങനെയൊക്കെ പോകുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, നമ്മളെ മാർക്കറ്റ് പോയില്ലേ. അങ്ങനെ വയർ അമക്കിയൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ അങ്ങനെ പഠിച്ച ചില ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഡബ് ചെയ്യാൻ പറ്റി. അല്ല അത് ഭയങ്കര സംഭവം. ഇവൻ പണ്ട് ഞാൻ ബാബുച്ചേൻ്റെ വോയിസ്, ബാബു നമ്പൂതിരി, എൻ്റെ കുട്ടിയായതുകൊണ്ട് പറയുകയല്ല, അതിബുദ്ധിയായിരുന്നു ആ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സൗണ്ട് അത് അടിനാവിന്ന ലാസ്റ്റ് പുള്ളി ചെയ്ത് അവൻ ബാബുച്ചൻ എത്ര സീൻ ഞാൻ ഒരുപാട് എപ്പിസോഡ് ഡബ് ചെയ്തിട്ടുണ്ട്. അല്ലേ, പുള്ളി പിന്നെ കണ്ടിട്ടുണ്ടോ? ചെയ്തത് ശരിയായില്ല ജസ്മോൻ. അങ്ങനെ ഒരുപാട് എന്താ പറയാ, എൻ്റെ രഹസ്യങ്ങളെല്ലാം ഇവൻ്റെ രഹസ്യങ്ങളെല്ലാം എനിക്കും അറിയാം. കാരണം ഇവന് ദുശീലങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ പുകവലിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. ഞാൻ പുകവലിക്കാത്തതുകൊണ്ട് ഇവനും പുകവലിക്കില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് നടത്തിയിരുന്നത്. എന്ത് അല്ല ചെറുപ്പകാലം പോലെ. അതെ, അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെന്നപ്പെടുന്ന കൂട്ടുകെട്ടിൻ്റെ ഗുണം തന്നെയാണ്. ഇതിപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഒരു സുഹൃത്തിനെ കിട്ടി, ആ സുഹൃത്ത് ചെറിയൊരു വെള്ളവടിയും സിഗരറ്റ് വലിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും ആ ശീലം തുടങ്ങും. ഇപ്പോൾ ഇവന് ഈ ശീലമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനും തുടങ്ങിയില്ല, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് അവനും തുടങ്ങിയില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു വൃത്തിയായിട്ട കൂട്ടുകാരനെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതാണ് വിനയൻ സാറിൻ്റെ വീട്, സിനിമയിലെ എൻ്റെ ഗുരുനാഥൻ്റെ വീട്. ഇതാണ് വിനയൻ സാറിൻ്റെ മകൻ. പുള്ളിയാണ് പ്രോഗ്രാം കണ്ടിട്ട് അച്ഛനോട് പറയുന്നത് ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഇപ്പോൾ അത് ഇതൊക്കെ പബ്ലിസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നിനക്ക് ഇരിക്കപ്പുറത്തില്ലല്ലോ, എല്ലാവരും വിളിച്ചിട്ട് അല്ലേ, ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും ചാൻസിന് വേണ്ടി ഇപ്പോഴും വിളിയുണ്ടോ എല്ലാവരും? ആണല്ലേ. ഇനിയിപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, എന്ന് പോകുന്നു? എവിടെ? USA പോണു. ഇറങ്ങിക്കോട്ടെ. ഓക്കെ. അപ്പോൾ പഠിച്ച സ്കൂളും കോളേജൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ഫ്ലാറ്റിലാണ്. ഇനി ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫാമിലിനെ ആരും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കാരണം അതിപ്പം കുറച്ച് മാറ്റി വെച്ചേക്കാം, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അവസരം തരുന്നില്ലെങ്കിലും. അപ്പോൾ ഇത്രയും നല്ല ഒരു പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിന്, എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് അമൃത ചാനലിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വിടവാങ്ങാം.